ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ ശ്രീരാജ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി 20, 21 തീയതികളിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ലോക സാമ്പത്തിക ഫോറത്തിൽ അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി ആരംഭിച്ചത് ആരാണ്? ചോദ്യം ഒന്നും കൂടി, ലോക സാമ്പത്തിക ഫോറത്തിൽ അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോക സാമ്പത്തിക ഫോറം ആനുവൽ മീറ്റിംഗിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇത് ആരംഭിച്ചത് സ്മൃതി ഇറാനിയാണ്. അപ്പോൾ സ്മൃതി ഇറാനി ആരാണെന്ന് അറിയാമല്ലോ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് സ്മൃതി ഇറാനി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിൻഫോൾ ടാക്സിന്റെ പശ്ചാത്തലത്തിൽ SIED എന്താണ് സൂചിപ്പിക്കുന്നത്? വിൻഫോൾ ടാക്സിന്റെ പശ്ചാത്തലത്തിൽ SIED എന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത്, വിൻഫോൾ എന്ന് പറയുന്നത് എന്താ? കാറ്റുവീഴ്ചയാണ്. അപ്പോൾ ബിസിനസ്സിൽ കൂടുതലായി അമിത ലാഭം ഉണ്ടാകുമ്പോൾ ഏർപ്പെടുത്തുന്ന ഒരു ടാക്സ് ആണ് വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ SIED എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി. അതാണ് SIED എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഔറംഗസേബുമായിട്ടുള്ള സംഭാഷണങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഔറംഗസേബുമായിട്ടുള്ള സംഭാഷണങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ചാരു നിവേദിതയാണ്. അപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ പേരും കൂടി പറയാനുണ്ട്. അതാണ് നന്ദിത കൃഷ്ണൻ. നന്ദിത കൃഷ്ണനാണ് ഈ ഒരു നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, വിങ്സ് ഇന്ത്യ അവാർഡ് 2024 ഈ വർഷത്തെ ഏറ്റവും മികച്ച എയർപോർട്ട് എന്ന ബഹുമതി ലഭിച്ച വിമാനത്താവളങ്ങൾ ഏതാണ്? ഈ വർഷം 2 വിമാനത്താവളങ്ങൾക്കാണ് വിങ്സ് ഇന്ത്യ അവാർഡ് 2024 മികച്ച എയർപോർട്ട് എന്ന ബഹുമതി ലഭിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. രണ്ടാമത്തത് കെംപൗഡ ഇന്റർനാഷണൽ എയർപോർട്ട്, അതെവിടെയാണ്? ബംഗളൂരുവിലാണ് കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, അപ്ന വിദ്യാലയ പ്രോഗ്രാമിന് കീഴിൽ എന്റെ സ്കൂൾ എന്റെ അഭിമാനം ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? അപ്ന വിദ്യാലയ ആ പ്രോഗ്രാമിന് കീഴിലായിട്ട് എന്റെ സ്കൂൾ എന്റെ അഭിമാനം ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്യുന്നത് എവിടെയാണ്? 2024 ജനുവരിയിൽ BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ അത് അനാവരണം ചെയ്യുന്നത് എവിടെയാണ്? വിജയവാഡയിലാണ്. വിജയവാഡ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത്, 2024 ജനുവരിയിൽ കടലിനടിയിൽ ഹൈൽ 523 എന്ന അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയ രാജ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, 2024 ജനുവരിയിൽ കടലിനടിയിൽ അത്യാധുനിക പരീക്ഷണം നടത്തിയ ആണവ ഡ്രോണിന്റെ പേരെന്താണ്? ഹൈൽ 523 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈൽ 523 എന്ന അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയ രാജ്യം ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഉത്തര കൊറിയയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലെ ഡീറ്റെയിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക്